ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2025 നമുക്കൊരു 54ഓളം പരീക്ഷകൾ PSC നടത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ടത് 10th പ്രിലിംസ് പല പല കാറ്റഗറിയിലാണ് എക്സാം നടത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് 10th മെയിൻസ് അതേപോലെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ എഴുതാൻ വേണ്ടി ആ ഒരു പ്രിപ്പറേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 30ഓളം സെലക്റ്റഡ് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത നിങ്ങൾ എന്ത് പഠിക്കണം, അതായത് ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയ ആ ഒരു ചിത്രശലഭത്തിന്റെ പേര്. അപ്പൊ എന്താ കൂടുതൽ ചിത്രശലഭം ഉണ്ടായിരുന്നു, തുമ്പികൾ ഉണ്ടായിരുന്നു, പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവയുടെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ പ്രധാനമന്ത്രി അംഗമാകാത്ത കമ്മിറ്റി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇപ്രാവശ്യത്തെ പത്മ അവാർഡ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ കണക്റ്റഡ് ഫാക്ട്സും കൂടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരനെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു MT വാസുദേവൻ നായരാണ് എന്താ പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരൻ എന്ന് പറയുമ്പോൾ. അപ്പൊ കാര്യം മരണാനന്തര ബഹുമതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ അടുത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് MT ആയിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ഇനി നോക്കിക്കേ, ഇതാണ് നമ്മുടെ പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. ഏകദേശം 2025 പത്മ അവാർഡ്സ് മൊത്തം ഏകദേശം 139 പത്മ അവാർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് ദ ലിസ്റ്റ് ഓഫ് പത്മവിഭൂഷൺ 7 പത്മവിഭൂഷൺ ആണ് കൊടുത്തിരിക്കുന്നത്. 7 പത്മവിഭൂഷൺ. ഓക്കെ, ഇനി 19 പത്മഭൂഷൺ ആണ് കൊടുത്തിരിക്കുന്നത്. 19 പത്മഭൂഷണും അതേപോലെ 113 പത്മശ്രീ അവാർഡ്സുമാണ് കിട്ടിയിരുന്നത്. അപ്പം മൊത്തം 135 അവാർഡ്സ് ഉണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയാണ്? പത്മഭൂഷൺ ഉണ്ട്, 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡ്സ് ആണ്. അതിൽ 13 എന്തായിരുന്നു? പോസ്റ്റുമസ് അവാർഡ്, അതായത് മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ എന്താണ്? 23 ഓഫ് ദ അവാർഡീസ് ആർ വുമൺ ആൻഡ് ദർ ലിസ്റ്റ് ഓൾസോ ഇൻക്ലൂഡ് 10% ഫ്രം ദ കാറ്റഗറി ഓഫ് ഫോറിനേഴ്സ്, NPI, PI. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. കാര്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾ അറിയേണ്ടത് ഇത്രയും പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. മൊത്തം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എത്ര പത്മശ്രീ അവാർഡ്സ് ആണ് 2024 കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കണം 113 പത്മശ്രീ അവാർഡ്സും 19 പത്മഭൂഷണും 7 പത്മവിഭൂഷണുമാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഈ പറയുന്ന പത്മവിഭൂഷൺ ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ശ്രീ ദുവർ നാഗേശ്വർ റെഡ്ഡി, മെഡിസിൻ ആണ്, തെലങ്കാനയാണ്. പിന്നെ ആരാണ്? ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലാത്തത് ആരൊക്കെ എന്നും പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അടുത്ത ആരാണ്? ജഗദീഷ് സിംഗ് ഗേൽക്കർ, പബ്ലിക് അഫയേഴ്സ് ആണ്, ചണ്ഡീഗഡ് ആണ്. അതേപോലെ തന്നെ കുമുദിനി രജനീകാന്ത് ലഖിയ, ആർട്ടാണ്, ഗുജറാത്ത് ആണ്. അടുത്ത ആരാണ്? ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ആർട്ടാണ്, കർണാടകയാണ്. MT വാസുദേവൻ നായർ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, കേരളയാണ്. ഒസാമ സുസുക്കി, നമ്മുടെ മാരുതി സുസുക്കിയുടെയൊക്കെ ഫൗണ്ടർ, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ജപ്പാനാണ്. അടുത്ത ആരാണ്? ശാരദ സിൻഹ, ബീഹാറാണ്. അപ്പൊ ഇവർക്ക് 3 പേർക്കും എന്താണ്? മരണാനന്തര ബഹുമതിയായിട്ടാണ്. അപ്പൊ പത്മവിഭൂഷൺ ലഭിച്ച 7 പേർ ആരൊക്കെയാണ്? ദുവൂർ നാഗേശ്വർ റെഡ്ഡി, അതേപോലെ തന്നെ ശ്രീ ജഗദീഷ് സിംഗ്, കുമുദിനി, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, MT വാസുദേവൻ നായർ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ. ഈ 7 പേരുടെ പേര് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. അടുത്ത പത്മ അവാർഡ്സ് ബാക്കിയുള്ളതിൽ നമ്മൾ എല്ലാവരുടെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മലയാളീസിന് നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അവാർഡ്സ് കിട്ടിയ 5 മലയാളികൾ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടി, പിന്നെ പത്മഭൂഷൺ കിട്ടി, ഇവർക്ക് പത്മശ്രീ കിട്ടി. അപ്പൊ നമുക്ക് നോക്കാം 2025 പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു. എന്താന്ന് നോക്കാം നമുക്ക്. അന്തരിച്ച മലയാളത്തിന്റെ വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 2005 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? പത്മഭൂഷൺ ലഭിച്ചിരുന്നു. അപ്പൊ ചോദിക്കാം, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി വരാം. MTയുടെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? 2025 പത്മവിഭൂഷൺ, 2005 പത്മഭൂഷൺ ലഭിച്ചിരുന്നു. പെട്ടെന്ന് നമ്മൾ 2005 കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയിരിക്കുന്നത് ഈ പത്മവിഭൂഷൺ ആയിരിക്കും. അത് തെറ്റാണെന്ന് വിചാരിക്കരുത്. 2005 അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
ഇനി കഴിഞ്ഞ ഡിസംബർ 25-നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അന്തരിക്കുന്നത്. അപ്പൊ എം ടിയുടെ മരണം എന്നായിരുന്നു? 2024 ഡിസംബർ 25, നമ്മുടെ ക്രിസ്മസ് ദിനത്തിന്റെ അന്നാണ്. ആകെ 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇനി മലയാളികളായ ആർക്കൊക്കെയാണ്? PR ശ്രീജേഷിനും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനും എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചു. കണ്ടോ? അപ്പൊ ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ, ഇവർക്ക് രണ്ടുപേർക്കും എന്താണ്? പത്മഭൂഷൺ ലഭിച്ചു. ജോസ് ചാക്കോ പെരിയപുരവും ശ്രീജേഷും. ഇനി അടുത്തത് നേരത്തെ എന്താണ്, പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്നം നൽകിയ PR ശ്രീജേഷിനെ രാജ്യം ആദരിച്ചിരുന്നു. അപ്പൊ ഖേൽ രത്നം നേടിയതും അതേപോലെ പത്മഭൂഷൺ ലഭിച്ചതും ആർക്കാണ്? ശ്രീജേഷിനാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 26 അല്ലട്ടോ, 19 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. മൊത്തം 139 പേരല്ലേ. അപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു? 19 പത്മഭൂഷണും 7 പത്മവിഭൂഷണും 113 പത്മശ്രീയുമാണ്. അടുത്തത് പറയുന്ന പത്മശ്രീ ലഭിച്ചത് ആർക്കൊക്കെയാണ്? കേരളത്തിന്റെ അഭിമാനമായ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ IM വിജയനും അതേപോലെ ഓമനക്കുട്ടിയമ്മ, 2 പേർക്കാണ് എന്ത് ലഭിക്കുന്നത്? പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. അങ്ങനെ മൊത്തം 5 മലയാളികളാണ് അതിൽ ഉൾപ്പെടുന്നത്. MT വാസുദേവൻ നായർ, PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, IM വിജയൻ, കലാകാരി ഓമനക്കുട്ടിയമ്മ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ പത്മ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പത്മവിഭൂഷൺ ആർക്കൊക്കെയാണെന്നുള്ളത് ഒരു ഓർമ്മ വേണം. ആ ഒരു പേരെങ്കിലും കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കിയുള്ളത് നമ്മുടെ മലയാളികളെ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 3-ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് എന്ന് പറയുന്നത് പാർലമെന്ററി കാര്യ സമിതിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് 8 എണ്ണം ഉള്ളത്. ഒന്ന് അപ്പോയിന്റ്മെന്റ്സ് ഓഫ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ക്യാബിനറ്റിൽ നോക്കിക്കേ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉണ്ട്, അമിത്ഷായും ഉണ്ട്. അവർ 2 പേർ മാത്രമാണ് ഈ ഒരു കമ്മിറ്റിയിലുള്ളത്, അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് എന്ന് പറയുന്നതിൽ. ഇനി ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അക്കോമഡേഷനിൽ ആരില്ല? നമ്മുടെ ഈ പറയുന്ന പ്രധാനമന്ത്രി ഇല്ല. പിന്നെയുള്ളത് നോക്കിക്കേ, ഇത് ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മന്ത്രിമാരുടെ പേര് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് വായിച്ചു പോകുന്നില്ല. കണ്ടോ, നിതിൻ ഗഡ്കരി എന്താണ്? മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ഹൈവേസ്. നിർമ്മല സീതാരാമൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇത് വായിച്ചു പോയാലും മതി നിങ്ങൾക്ക്. നോക്കാം നമുക്ക്. ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് എക്കണോമിക് അഫയേഴ്സ്, അതിൽ നോക്കിക്കേ ആദ്യം തന്നെ കിടക്കുന്നത് നരേന്ദ്രമോദിയുടെ പേരാണ്. പിന്നെ ഏതാണ്? 4-ാമത്തെ കമ്മിറ്റിയാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്. അവിടെയും ആരില്ല? പ്രധാനമന്ത്രി ഇല്ല. അപ്പൊ ഈ 8 കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ഫസ്റ്റ് വൺ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അക്കോമഡേഷൻ, ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് എക്കണോമിക് അഫയേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്. കണ്ട, ഇതിലാണ് അദ്ദേഹം ഇല്ലാത്തതായിട്ട് മറ്റൊന്ന്. ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്, അതിലും ആരുണ്ട്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് ഓൺ സെക്യൂരിറ്റി, സുരക്ഷാ സമിതി, അവിടെയും ആരുണ്ട്? പ്രധാനമന്ത്രി ഉണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗ്രോത്ത്, അവിടെയും ആരുണ്ട്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ട്. പിന്നെ എന്താണ്? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സ്കിൽഡ് എംപ്ലോയ്മെന്റ് ആൻഡ് ലൈവ്ലിഹുഡ്, അവിടെയും ആരുണ്ട്? നരേന്ദ്രമോദി ഉണ്ട്. ഓക്കെ, അപ്പൊ 2 പേര് മാത്രമുള്ള കമ്മിറ്റി ഏതായിരുന്നു? അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. അവിടെ ആരൊക്കെയാണ്? നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും മാത്രമാണ്. ഹോം അഫയേഴ്സ്, ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 8 കമ്മിറ്റികൾ വരുന്നത്. നെക്സ്റ്റ് ആണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഏത്? ഉത്തരാഖണ്ഡ് ആണ്. കാര്യം നമുക്കറിയാം യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഉത്തരാഖണ്ഡിൽ തിങ്കളാഴ്ച മുതൽ ഏകീകൃത സിവിൽ കോഡ്. ഇതോടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏക സിവിൽ കോഡ്. നമ്മൾ അവിടെ ഒരു ഗോവ പഠിക്കുന്നുണ്ട്. അവിടെ എന്താണ്? അത് ബ്രിട്ടീഷ് ആയിരുന്നു. ആ സമയത്താണ് അവിടെ യൂണിഫോം സിവിൽ കോഡ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിട്ട് ആരാണ്? നമ്മുടെ ഉത്തരാഖണ്ഡ് മാറുന്നുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി ആരാണ്? പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് ഏത് പട്ടണം ഏത് സംസ്ഥാനത്തിലാണെന്നാണ്? ബർണിഹാട്ട് മേഘാലയാണ്. നമുക്ക് ആൻസർ തന്നിരുന്നത്. നമ്മൾ സാധാരണ ഇത് പഠിച്ചത് ആസാം എന്നായിരുന്നു എല്ലാവരും പഠിച്ചു വെച്ചത്. കാര്യം റാങ്ക് ഫയലിലൊക്കെ നമ്മൾ കറണ്ട് അഫെയർ ഒക്കെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ ആസാം ആയിരുന്നു കണ്ടത്. കാര്യം ഇത് ആസാം മേഘാലയ ബോർഡറിലാണ് ഈ പറയുന്ന ബർണിഹാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കറണ്ട് അഫെയർ ഒക്കെ എടുത്ത് പഠിക്കുന്നവര് മനസ്സിലാക്കാണ്, നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന ആസാമിലെ ബർണിഹാട്ട് എന്നായിരുന്നു പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എവിടെയാണ്? മേഘാലയയിലാണ്. നമ്മൾ ഒഫീഷ്യലി സൈറ്റിലൊക്കെ കയറി നോക്കുമ്പോഴും ബർണിഹാട്ട് എവിടെയാണെന്ന് നോക്കുമ്പോൾ മേഘാലയയാണ് കാണിക്കുന്നത്. ശരിക്കും ആസാം മേഘാലയ ബോർഡറിലാണ്. അത് PSCയുടെ ആൻസറും എന്തായിരുന്നു? മേഘാലയ ആയിരുന്നു. ഓക്കെ, പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ എന്താണ്? ചിത്രശലഭമാണ്.
കണ്ടോ, പാലക്കാട് പറമ്പിക്കുളം കടുവ വന്യജീവി സങ്കേതത്തിൽ നടത്തിയ വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ 15 പുതിയിനം ജീവികളുടെ സാന്നിധ്യമാണ്. അതിൽ 7 തരം പക്ഷികളുണ്ട്, 5 ഇനം ചിത്രശലഭങ്ങളുണ്ട്, 3 ഇനം തുമ്പികളുണ്ട്. ഈ തുമ്പികളുടെ പേരെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണേ. നോക്കിക്കേ, മൊത്തം 206 പക്ഷികളായപ്പോ അതിൽ കണ്ടെത്തി എന്തൊക്കെയാണ്? പുള്ളിമുള്ളൻ കോഴി, എന്താണ്? പെയിന്റ് സ്പർഫോ. നിങ്ങൾ ഈ ഒരു പേര് പഠിച്ചത് മലയാളം പേരിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അപ്പൊ അത് തന്നെ പഠിക്കുക. പുള്ളി മുള്ളൻ കോഴി, അതേപോലെ എന്താണ്? ചെമ്പനെറിയൻ. ഇവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ചെമ്പൻ വെള്ളിവരയൻ. കണ്ട, ചെമ്പനെറിയൻ. പിന്നെ എന്തായിരുന്നു? നാട്ടുവേഴാമ്പൽ. പിന്നെയുള്ളത് ആനമലൈ ശോലക്കിളി. പിന്നെയുള്ളത് എന്താണ്? വയൽക്കുരുവി, കടും പച്ചപ്പൊടിക്കുരുവി. ഇങ്ങനെ 7 എണ്ണമാണ്, 7 പക്ഷികളെയാണ് കണ്ടെത്തിയത്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ട് ഇവിടെ ടൈഗ ഫ്ലൈ ക്യാച്ചർ, അങ്ങനെ 7 പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ 7 എണ്ണത്തിന്റെയും പേര് ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടാവണം. ചെമ്പനെറിയൻ, പുള്ളിമുള്ളൻ കോഴി, നാട്ടുവേഴാമ്പൽ, ആനമലൈ ശോളക്കിഴി, ടൈഗ ഫ്ലൈ ക്യാച്ചർ, അതേപോലെ തന്നെ എന്താണ്? വയൽക്കുരുവി, കടുംപച്ചപ്പൊടിക്കുരുവി. ഓക്കെ, ഇനി എന്താണ്? നമ്മൾക്ക് വന്ന ക്വസ്റ്റ്യൻ 187 ഇനം ചിത്രശലഭങ്ങളാണ് ഇതുവരെ ആകെ കണ്ടെത്തിയത്. അതിൽ ഒന്നാണ് ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, നീലച്ചെമ്പൻ വെള്ളിവരയൻ, ഇരുളൻ വേലിനീലി, പളനിപ്പൊട്ടൻ. ഈ 5 എണ്ണം എന്തൊക്കെയാണ്? ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, നീലച്ചെമ്പൻ വെള്ളിവരയൻ, ഇരുളൻ വേലിനീലി, പളനിപ്പൊട്ടൻ. ഇങ്ങനെ 5 ചിത്രശലഭങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 39 തുമ്പികളാണ് നിലവിൽ ഉള്ളത്. അതിൽ കണ്ടെത്തിയ ഏതൊക്കെയാണ്? ഉണ്ടോ? ബ്രൗൺ ഡാർണർ, അതല്ലെങ്കിൽ എന്താണ്? തവിടൻ ചാത്തൻ, പിന്നെ എന്താണ്? മരതക ചാത്തൻ, പിന്നെ എന്താണ്? കാട്ടുതണൽ തുമ്പി. തുമ്പി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം തുമ്പി തന്നെയാണെന്നുള്ള. അപ്പൊ ഈ തവിടൻ ചാത്തനും മരതക ചാത്തനും കൂടി കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. തവിടൻ ചാത്തൻ, മരതക ചാത്തൻ, കാട്ടുതണൽ തുമ്പി. ഇത് 3 എന്തായിരുന്നു? തുമ്പി ഇനങ്ങളാണ്. ചിന്നത്തവിടനും ചെമ്പൻ വെള്ളിവരയനും നീലച്ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ, ഇരുളൻ വേലിനീലി എന്താണ്? ചിത്രശലഭങ്ങളാണ്. ഇത്രയുമാണ് അവിടെ കണ്ടെത്തിയത്. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് ഇതൊക്കെ കയറി ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നവയിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ പുതിയതായി കണ്ടെത്തിയ തുമ്പിയുടെ പേരെന്ത് എന്നും പറഞ്ഞ് ചിലപ്പോൾ ഈ കൂട്ടത്തിൽ 3 ചിത്രശലഭത്തെയും ഒരു തുമ്പിയുടെ പേരും കൂടി തരാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ചത് എവിടെയാണ്? ചൈനയാണ്. The world's first generation of fourth nuclear power plant starts in commercial operation China. കണ്ടോ, 2024 ജനുവരിയിലെ ന്യൂസ് ആയിരുന്നു അത്. അപ്പൊ ജനുവരി മുതൽ 2024 23 അവസാനം, 24 കംപ്ലീറ്റും, 25 ലാസ്റ്റ്, ഏകദേശം ഒരു നമ്മുടെ പരീക്ഷ നടന്ന മെയ്യിലല്ലേ, ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് കയറി ചോദിച്ചിട്ടുണ്ട്. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചത് 608 ദിവസങ്ങളാണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണത്? പെഗ്ഗി വിറ്റ്സൺ. ഇതൊക്കെ അന്നത്തെ നോക്കിക്കേ, 30 ഡിസംബർ 2024 ന്യൂസ് റിപ്പോർട്ടാണത്. ആസ്ട്രോണറ്റ് പെഗ്ഗി വിറ്റ്സൺ ഹൗ സ്പേസ് ചേഞ്ച്ഡ് മൈ ബോഡി എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? astronaut Peggy Whitson has spent 675 days in space, more than any other American. കണ്ടോ, 675 ദിവസമാണ് പെഗ്ഗി വിറ്റ്സൺ എന്ത് ചെയ്തത്? സ്പേസിൽ ചെലവഴിച്ചത്. അപ്പൊ സുനിത വില്യംസിന്റെ ദിവസങ്ങൾ എത്രയായിരുന്നു? 608 ആണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? എപ്പോഴും ചോദിക്കുന്നതാണ് മന്ത്രിമാരുടെ പേര്. അത് ചിലപ്പോൾ കേന്ദ്രമായിരിക്കാം, ചിലപ്പോൾ എന്താണ് കേരളത്തിലെ മന്ത്രിമാരായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ എന്ത് ചെയ്യാം, രണ്ടും കൂടിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പൊ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നിർമ്മല സീതാരാമനാണ്. ജസ്റ്റ് നമുക്കറിയാം നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഏതാണ്? രാജ്നാഥ് സിംഗ് ആണ്. അടുത്തത് അതേപോലെ തന്നെ എന്താണ്? റോഡ് ട്രാൻസ്പോർട്ട് ആരാണ്? നമ്മുടെ നിതിൻ ഗഡ്കരിയാണ്. അമിത്ഷാ നമുക്കറിയാം ഹോം അഫയേഴ്സ് ആണ്. JP നഡ്ഡ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു വ്യക്തിയായിരുന്നു അല്ലെ, JP നഡ്ഡ ഏതാണ്? ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ശിവരാജ് സിംഗ് ചൗഹാൻ ആണെങ്കിൽ കൃഷി വകുപ്പാണ്. നിർമ്മല സീതാരാമൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഇനിയുള്ളത് ഇതെല്ലാം ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് ഇതിന്റെ പിക്ചേഴ്സ് ഇട്ടിരിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം ഒന്നും വായിക്കുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു പോകാം. ധർമ്മേന്ദ്ര പ്രധാൻ ആണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അതേപോലെ തന്നെ ആരാണ്? നമ്മുടെ പീയൂഷ് ഗോയൽ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. പിന്നെയുള്ളത് മിനിസ്ട്രി ഓഫ് ജുവൽ ഓറം ആരാണ്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ ഗോത്രവർഗമാണ് ജുവൽ ഓറം എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കിരൺ റിജു പാർലമെന്ററി കാര്യമന്ത്രി ആരെന്നുള്ളത്. മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആരാണ്? കിരൺ റിജു ആണ്. പിന്നെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രിയാണ് ആരാണ്? ഗിരിരാജ് സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾ. നിങ്ങളെല്ലാം ഒന്ന് പഠിക്കാം. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അന്നപൂർണ ദേവിയാണ്.
കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? വി സുനിൽകുമാർ ആണ്. ഒളിമ്പിക്സ് അസോസിയേഷന്റെ അധ്യക്ഷനാണ് ആര്? വി സുനിൽകുമാർ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം, കിദൂർ എവിടെയായിരുന്നു? കാസർഗോഡ് ജില്ലയിലാണ് കിദൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്. 2023 ജൂണിലെ കണക്കെടുക്കനുസരിച്ചാണ്. ഇനി 2024 നവംബറിൽ പുതിയ കണക്ക് വന്നിട്ടുണ്ട്. അത് പ്രകാരം ഇന്ത്യയിലെ 6 കമ്പ്യൂട്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഐരാവത് വന്നത് എത്രയിലാണ്? 136. 23 കണക്കെടുപ്പ് പ്രകാരം 75 ആയിരുന്നു. അത് 24 കണക്കെടുപ്പായപ്പോൾ അത് എത്രയായിരുന്നു? 136 അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെയുള്ളത് അർക്കയുണ്ട്, 188 ആണ്. പിന്നെയുള്ളത് ഏതാണ്? അരുണിക 189, പ്രത്യൂഷ് 268, അർക്ക AI ഏതാണ്? 400 ആണ്. പിന്നെയുള്ളത് മിഹിർ 431. ഇങ്ങനെ 6 ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഏറ്റവും പുതിയ ലിസ്റ്റിൽ 2024 നവംബറിൽ എടുത്ത പുതിയ ലിസ്റ്റിൽ 500 സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ലിസ്റ്റിൽ വന്നത്. 2023 75 ഐരാവത്. 2024 വന്നപ്പോഴേക്കും അത് 136ാമത്തെ റാങ്കിലോട്ട് വന്നു. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മാധവ് മധ്യപ്രദേശ്. അത് എത്രാമത്തെയാണെന്ന് പഠിച്ചു വെക്കുക? 58 ആണ്. മാധവ് നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ് ബിക്കംസ് ഇന്ത്യസ് 58th ടൈഗർ റിസർവ്. 58 എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൊക്കേറ്റഡ് ഇൻ ദ ശിവപുരി ഡിസ്ട്രിക്ട് ഇൻ ചമ്പൽ റീജിയൻ. ദ റിസർവ് ഹാസ് 5 tigers at present, including the 2 cubs born recently. 2 more tigers could be released in the reserve zone. അത് നമുക്ക് ആവശ്യമില്ല. എന്നാണ്? 2025 മാർച്ചിൽ വന്ന ന്യൂസാണ്. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 58ാമത് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കായിരുന്നു? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ എത്രയാണ്? 8 ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ. 2025 ഫെബ്രുവരിയിൽ വന്ന ന്യൂസാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ആരാണത്? മൊറാർജി ദേശായിയാണ്. തുടർച്ചയായ ഏറ്റവും കൂടുതലാണ്, വ്യത്യാസമുണ്ട്. തുടർച്ചയായ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതാണ് നിർമ്മല സീതാരാമൻ, 8 എണ്ണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചു ചോദിച്ചാൽ അത് മൊറാർജി ദേശായിയാണ്, 10 ബജറ്റാണ്. എന്നാൽ ഇത് തുടർച്ചയായിട്ടായിരുന്നില്ല. അതാണ് അവിടെ വ്യത്യാസം വന്നത്. 59നും 64നും ഇടയ്ക്കും, പിന്നെ എന്താണ് 67നും 69നും ഇടയ്ക്ക് അദ്ദേഹം 4 ബജറ്റ്, അതിനു മുമ്പ് 6 ബജറ്റ്. അങ്ങനെയാണ് മൊത്തം 10 ബജറ്റ്. അപ്പൊ തുടർച്ചയായിട്ടായിരുന്നില്ല, അവിടെ ഒരു ഗ്യാപ്പ് വന്നല്ലേ. 64 ശേഷം 65 66 ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വ്യത്യസ്ത കാലയളവുകളായി പി ചിദംബരം, അടുത്ത വ്യക്തിയാണ് ആര്? പി ചിദംബരം. എത്രയാണ്? 9 ബജറ്റുകളാണ്. പ്രണവ് മുഖർജി എത്രയാണ്? 8 ബജറ്റുകൾ വീതവും. നരസിംഹറാവു സർക്കാർ ധനമന്ത്രിയായിരിക്കെ 91-95 കാലത്ത് 5 ബജറ്റുകളാണ് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഓർഡർ എങ്ങനെയാണ്? ഫസ്റ്റ് വൺ മൊറാർജി ദേശായി, എത്രയാണ്? 10 എണ്ണം. നെക്സ്റ്റ് പി ചിദംബരം. പി ചിദംബരം എത്രയാണ്? 9 എണ്ണം. നെക്സ്റ്റ് ആരാണ്? പ്രണവ് മുഖർജി. പ്രണവ് മുഖർജി എത്രയാണ്? 8. പ്രണവ് മുഖർജിയും അതേപോലെ നിർമ്മല സീതാരാമനും 8 എണ്ണമാണ്. അപ്പൊ തുടർച്ചയായി വരുമ്പോഴേക്കും ആരാണ്? നമ്മുടെ നിർമ്മല സീതാരാമൻ വരും. തുടർച്ചയായ ബജറ്റ് അവതരണത്തിൽ മാത്രമല്ല, ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗത്തിനുള്ള റെക്കോർഡ് മാർക്കാണ് നിർമ്മല സീതാരാമൻ. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2024 നിർമ്മലയുടെ ബജറ്റ് പ്രസംഗം നീണ്ടുനിന്നത് 2 മണിക്കൂർ 40 മിനിറ്റ് ആണ്. അതേസമയം ഏറ്റവും കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയത് 1977 ആരാണ്? ഹീരുഭായ് എം പട്ടേൽ ആയിരുന്നു. എം പട്ടേൽ, ഹീരുഭായ് എം പട്ടേൽ ആണ്. വെറും 800 വാക്കുകൾ മാത്രമായിരുന്നു ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ന്യൂസ് കട്ടിങ്ങിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ്. രണ്ടാമത് പി ചിദംബരം, മൂന്നാമത് പ്രണബ് മുഖർജി, നിർമ്മല സീതാരാമനും. പിന്നെ മൻമോഹൻ സിംഗ് ആണ്. എത്രയാണ്? ഏകദേശം 5 ബജറ്റുകളാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണേ. കാര്യം മൻമോഹൻ സിംഗ് അന്തരിച്ചുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറയുന്നത് എന്താണ്? ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം ആരുടേതാണ്? നിർമ്മല സീതാരാമന്റെയാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞത് 1977 എം പട്ടേൽ, ഹീരുഭായ് എം പട്ടേലിൻ്റെതായിരുന്നു. 2023 രസതന്ത്ര നോബൽ പ്രൈസ് എന്തിനായിരുന്നു? ക്വാണ്ടം ഡോട്ട്സ് ആണ്. നിങ്ങളപ്പോൾ 2024 ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 23 ചോദിച്ചത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? 2024 നോബലും നന്നായിട്ട് പഠിക്കുക. സെയിം ടൈം 2023 കൂടി പഠിക്കുക. കാരണം കണ്ടോ, 53 പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലെയാണിത്.
കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി, ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത്? ജീവനി. ഈ കോഡ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇതെല്ലാം തോന്നുന്നു കേട്ടാ, മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നണേ. ഇതൊന്നും എനിക്ക് തോന്നുന്നു അഞ്ചിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതോ വരുന്നതാണെന്ന് തോന്നുന്നു. 5ആണോ 11ആണോ എന്നറിയില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരുടെ പേരും കൂടി കേരളത്തിലെ മന്ത്രിമാരുടെ പേരും കൂടി നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. റോഷി അഗസ്റ്റിൻ ആരായിരുന്നു? ജലവിഭവമാണ് റോഷി അഗസ്റ്റിൻ, ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി അതെ, അത് നേരത്തെ പറഞ്ഞതാണ്. ഏതാണ്? ജീവനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പരീക്ഷ നടത്തിയിരുന്നു. 50/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. Who served as the chief guest of the Republic Day celebration India 2025? ആരായിരുന്നു? പ്രഭാവോ സുബിയാന്തോ. ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. നമ്മുടെ 2025 നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഫോളോയിങ് ആർ ദ titles of 4 famous novels written by M.T. Vasudevan Nair with the name of the central characters noted against each. Identify the wrongly paired one among these. ആരൊക്കെയാണ്? രണ്ടാമൂഴം ഭീമൻ ശരിയാണ്. അസുരവിത്ത് ഗോവിന്ദൻകുട്ടിയാണ്. കാലം സേതുവാണ്. നാലുകെട്ടില് ആരാണ്? കുഞ്ഞുണ്ണിയല്ല. നാലുകെട്ടിൽ ആരായിരുന്നു? അപ്പുണ്ണിയാണ്. അപ്പുണ്ണി. ഗുഗേഷ് ദൊമ്മരാജു become the FIDE World Chess Champion in 2024 by defeating which of the following players? ആരെ തോൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഗുഗേഷ് എന്താണ് ചെസ് ചാമ്പ്യൻ ആയെന്നാണ്? ആരാണ്? ഡിംഗ്ലിറന്റെയാണ്. ഡിംഗ്ലിറൻ ഉണ്ടോ? ഗുഗേഷ് ബിക്കം ദ യങ്ങസ്റ്റ് എവർ വേൾഡ് ചാമ്പ്യൻ ഓഫ് ചെസ്, ഡിഫീറ്റ് ഡിംഗ്ലിറൻ വിത്ത് ലാസ്റ്റ് ഗ്യാസ് വിക്ടറി. ദൊമ്മരാജു. ഗുഗേഷ് ബിക്കം ദ യങ്ങസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ദ ഹിസ്റ്ററി ഓഫ് ചെസ്, ഡിഫീറ്റിംഗ് ഡിംഗ്ലിറൻ 7.5 to 6.5 ആണ് ആ ഒരു പോയിന്റ് നില എന്ന് പറയുന്നത്. 2024 എവിടെയാണ് നടന്നത്? സിംഗപ്പൂർ ആയിരുന്നു. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ് മഹാലക്ഷ്മി സ്കീം. എവിടെയാണ് മഹാലക്ഷ്മി സ്കീം? തെലങ്കാനയിലാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു. അതിൽ വിന്നർ ആരായിരുന്നു? വിന്നറും ഇത് നമ്മുടെ 5/2025 ആണ്. വിന്നർ ആരായിരുന്നു? വിന്നറും ഇന്ത്യയായിരുന്നു. ഇന്ത്യ മെൻസിനായിരുന്നു വിന്നർ ആയിട്ടുണ്ടായിരുന്നത്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. സാഹിത്യ നഗരം കോഴിക്കോടാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്, ദർബാർ ഹാളിന്റെ പേര് എന്താണ് കൊടുത്തിരുന്നത്? രാഷ്ട്രപതി ഭവനിലെയും പേരുമാറ്റം വന്നു. ദർബാർ ഹാളിനി എന്താണ്? ഗണതന്ത്ര മണ്ഡപം എന്നറിയപ്പെട്ടു. ദർബാർ ഹാൾ ഗണതന്ത്ര മണ്ഡപം എന്നും, അശോക ഹാൾ എന്താണ്? അശോക മണ്ഡപം എന്നറിയപ്പെട്ടു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് PSC ആൻസർ ആണ്. അപ്പൊ നിങ്ങൾ ഈ തീം ഒന്ന് പഠിച്ചു വെക്കണേ. ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആ ക്വസ്റ്റിൽ, പക്ഷെ PSC ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് തന്നിരുന്നത്. അതായത് 1 പറയുന്ന 3 കേരള വിനോദസഞ്ചാര ദിനമായിട്ട് തന്നിരുന്നത്. അതിന്റെ തീം പറയുന്നത് സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്നുള്ളത് കേരള വിനോദസഞ്ചാരത്തിന്റെ തീം എന്ന് പറയുന്നത് വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും എന്നുള്ളതായിരുന്നു. UNEPയുടെ തീം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ്. ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് വിനോദസഞ്ചാരവും സമാധാനവും എന്നുള്ളതായിരുന്നു. ഇതാണ് PSC ആൻസർ പ്രകാരം തന്നിരുന്നത്. നിങ്ങൾ ആ 4 തീമും ഒന്ന് പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് കയറി ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായിട്ടൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ ആരാണ്? V ഹരിനായരാണ്. കേന്ദ്രമാണെങ്കിൽ ആരാണ്? ഹീരാലാൽ സമരിയ. കേരളമാണെങ്കിൽ ഹരി, രണ്ടും ഹരി ഹീര അങ്ങനെയാണ് പേര് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗർ റോഡ് ഉദ്ഘാടനം ചെയ്തത് NH66 മുംബൈ ടു ഗോവയാണ്. ഓക്കെ, India's first national highway steel slag road section on NH66 മുംബൈ ഗോവ നാഷണൽ ഹൈവേ ഇനാഗുറേറ്റഡ്. അത് എല്ലാം പത്രക്കട്ടിങ് ആണ് കേട്ടോ ഇതെല്ലാം തന്നിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ, ഇതും പുതിയ പരീക്ഷയാണ്. 2024 പത്മവിഭൂഷണാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചു വെക്കണം ആരൊക്കെയാണ്. ഇവിടെ ആരായിരുന്നു ആൻസർ ആയിട്ട് വരേണ്ടത്? പത്മ സുബ്രഹ്മണ്യമാണ്. അപ്പൊ ആരൊക്കെയാണ്? വൈജയന്തിമാല തമിഴ്നാടാണ്. അതേപോലെ ആരാണ്? ചിരഞ്ജീവി ഏതാണ്? ആന്ധ്രാപ്രദേശ്. അടുത്തത് വെങ്കയ്യ നായിഡു ആന്ധ്രാപ്രദേശ്. അടുത്തത് ബിന്ദേശ്വർ പഥക് സോഷ്യൽ വർക്കർ ബീഹാറാണ്. പത്മ സുബ്രഹ്മണ്യം ആർട്ട് തമിഴ്നാടുമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നവരിൽ പേരിൽ ആരാണ്? പത്മ സുബ്രഹ്മണ്യമാണ്.
അപ്പൊ ഇനി LK അദ്വാനിക്കും MS സ്വാമിനാഥനും ഒക്കെ പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഭാരതരത്നം 2024 ഭാരതരത്നം ലഭിച്ച വ്യക്തികളായിരുന്നു ആരൊക്കെ? കർപ്പൂരി ഠാക്കൂർ ആരാണ്? മരണാനന്തരമാണ് ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്നു. നരസിംഹറാവു, പിന്നെ അതേപോലെ ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, LK അദ്വാനി, ഇത്രയും പേർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? 2024 5 പേർക്കാണ് ഭാരതരത്ന അവാർഡ് കിട്ടിയത്. കർപ്പൂരി ഠാക്കൂർ, നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, LK അദ്വാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഫോർട്ട് വില്യം ആർമീസ് ഈസ്റ്റേൺ ഹെഡ്ക്വാർട്ടേഴ്സ് റീനെയിംഡ് Vijay Durg. Fort William was built by the British in 1781 and was named after the King William അല്ലെ, വില്യം മൂന്നാം, അതായത് ഇംഗ്ലണ്ടിലെ വില്യം തേർഡ് ആ രാജാവിന്റെ സ്മരണാർത്ഥമാണ് ഫോർട്ട് വില്യം എന്ന പേര് നൽകിയത്. അതാണ് നമുക്കിപ്പോൾ എന്താക്കി മാറ്റിയത്? വിജയ് ദുർഗ് എന്നാക്കി മാറ്റിയത്. ഉണ്ട്, അത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർട്ട് വില്യം ഇൻ കൊൽക്കട്ടയാണ്. അതേപോലെ തന്നെ എന്താണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഈസ്റ്റേൺ ആർമി കമാൻഡ് ആണ്. ഹാസ് ബീൻ റീനെയിംഡ് വിജയ് ദുർഗ്. അതിന്റെ കൂടത്തിൽ തന്നെ കിച്ച്നർ ഹൗസ് ഇൻസൈഡ് ഫോർട്ട് വില്യം ഹാസ് ബീൻ റീനെയിംഡ് എന്നാണ് മനേക്ഷ ഹൗസ്. അതേപോലെ തന്നെ സൗത്ത് ഗേറ്റ് ഫോമിലി നോൺ ആസ് സെന്റ് ജോർജ് ഗേറ്റ്, അതെന്താക്കി മാറ്റി പേര്? ശിവാജി ഗേറ്റ് എന്നും കൂടി ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഫോർട്ട് വില്യം വിജയ് ദുർഗ് ആക്കി മാറ്റി. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന രണ്ടെണ്ണത്തിന്റെ പേരും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് നിഹോൺ ഹിഡാൻക്യോ. പഠിച്ചു വെക്കണം കേട്ടോ. 2024 നോബൽ പ്രൈസ് നന്നായിട്ട് വായിക്കണം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആരായിരുന്നു? കാരിച്ചാൽ ചുണ്ടനാണ്. മൊബൈൽ ഫോൺ അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ടെന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന 30 ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ഫാക്ട്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്